എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജെർനസ് ജെറോഡ്, വയനാട് ജില്ലാ RCH ഓഫീസറാണ്. എല്ലാ വർഷവും ഏപ്രിൽ മാസം ലോക പ്രതിരോധ കുത്തിവയ്പ്പ് വാരമായി, അതായത് വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആയി ആചരിക്കുന്നുണ്ട്. 2026 വർഷത്തിൽ നമ്മൾ ഈ ഒരു വാരാചരണം നടത്തുമ്പോൾ വാക്സിൻ വർക്സ് ഫോർ എവരി ജനറേഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. 1974 ശേഷമാണ് വാക്സിനേഷൻ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പ്രചാരത്തിൽ വരികയും രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ കുത്തിവയ്പ്പ് ഇന്ന് കാണുന്ന അളവിലേക്ക് എത്തുകയും ചെയ്തത്. ഈ ലോകത്ത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ടുവന്നിരുന്ന പോളിയോ അല്ലെങ്കിൽ വസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മൾ വിട്ടുനിൽക്കുന്നത്, അല്ലെങ്കിൽ അവയെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചത് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ഇത്രയും ഡെവലപ്മെൻറ്റ് നമ്മുടെ ഈ ഒരു വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായെങ്കിലും ഇപ്പോഴും ലോകത്തിൽ ജനിക്കുന്ന ഏകദേശം 2 കോടിയോളം കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു വീക്ക് ഒബ്സർവേഷൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ഉള്ളത് IAP പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ സാർ, നമ്മുടെ ജില്ലാശുപത്രി മാനന്തവാടിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവിയാണ്. കൂടെ ഉള്ളത് ഡോക്ടർ രാകേഷ്, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ അർജുൻ മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധനാണ്. വയനാട്ടിലുള്ള ഓരോ കുട്ടിക്കും വാക്സിനേഷൻ ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ വാക്സിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചർച്ചയിലൂടെ തന്നെ ഈ വാക്സിനേഷൻ എന്താണ്, വാക്സിനേഷൻ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സർ, എന്താണ് വാക്സിനേഷൻ? നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും വായുവിലും വെള്ളത്തിലും എല്ലാം നിരവധി രോഗാണുക്കളുണ്ട്. പക്ഷെ നമുക്ക് അസുഖം വരുന്ന താരതമ്യേന കുറവാണ്. അതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള രോഗപ്രതിരോധ സംവിധാനമാണ്. ഏതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം ഉണരുകയും ഈ രോഗാണുവിനെ നേരിടാനുള്ള ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അസുഖത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത് രോഗാണു ഒന്ന് കയറി നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മുടെ ശരീരം അതിനെതിരെയുള്ള രോഗപ്രതിരോധ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു, ആ രോഗാണുവിനെ കീഴടക്കുന്നു, അങ്ങനെ അസുഖം മാറുന്നു. ഇതാണ് സാധാരണ സംഭവിക്കുക. പക്ഷേ ഈ പ്രക്രിയയാണ് നമ്മുടെ ഒരു രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ ശാസ്ത്രം കണ്ടുപിടിച്ചു ഇത് രോഗാണു കയറണമെന്നില്ല, മറിച്ച് രോഗാണുവിനെ പോലുള്ള ഒരു സാധനം കയറിയാലും നമ്മുടെ ശരീരം ഇതിനെതിരെ പ്രതിരോധ സംവിധാനം ഉണരും, ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും എന്ന് കണ്ടെത്തി. അതാണ് യഥാർത്ഥത്തിൽ ഈ ഇമ്മ്യൂണൈസേഷൻ്റെ അടിസ്ഥാന തത്വം. അതായത് രോഗാണു കയറുന്നതിന് പകരം ഒരു ജീവനില്ലാത്ത രോഗാണു ആയിക്കോട്ടെ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ രോഗാണു ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരം വിചാരിക്കും ഇത് രോഗാണെന്ന് വിചാരിച്ച് അതിനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ എന്തായി? രോഗാണു കയറിയിട്ടില്ല, അതിനു മുമ്പേ തന്നെ നമ്മുടെ ശരീരം ആൻറ്റിബോഡിയെ ഉൽപ്പാദിപ്പിച്ച് രോഗാണുവിനെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇമ്മ്യൂണൈസേഷൻ്റെ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ഈ രോഗാണുവിനെ ഒന്നുകിൽ കൊന്നിട്ടോ അല്ലെങ്കിൽ അതിനെ വീര്യം കുറച്ചിട്ടോ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. നമ്മുടെ ശരീരം ഇത് രോഗാണു എന്ന് വിചാരിച്ചിട്ട് അതിനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ശരിക്കും രോഗാണുക്കൾ വരുമ്പോൾ, അതായത് രോഗാണുബാധ വരുമ്പോൾ നമ്മുടെ ശരീരം തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ പ്രക്രിയയാണ് ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ്റെ അല്ലെങ്കിൽ രോഗപ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ അടിസ്ഥാന തത്വം. സാർ, ഇപ്പോൾ ഒരു സംശയമുണ്ട്. BCG പോലെയുള്ള വാക്സിനുകൾ നമ്മൾ ഒരു ഡോസേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ പോളിയോ അതുപോലെ പെൻഡാവാലൻ തുടങ്ങിയ വാക്സിനുകൾ ഒന്നിലധികം ഡോസുകൾ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇതിനുള്ള കാരണം? അത് ഓരോ രോഗാണുവിൻ്റെയും പ്രത്യേകതകളുണ്ട്. ആ രോഗാണുവിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് അതിൻ്റെ വാക്സിൻ ഉണ്ടാക്കുന്നത്. BCG ഒരു വാക്സിൻ അത് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ്. അതിൻ്റെ ആ രോഗാണുവിന് ആ ഒരൊറ്റ സിംഗിൾ വാക്സിനേ ആവശ്യമുള്ളൂ. പക്ഷേ ചില വാക്സിനുകൾ, പ്രത്യേകിച്ചും കിൽഡ് വാക്സിനുകൾ എന്നുണ്ടെങ്കിൽ രോഗാണുവിനെ കൊന്നതിന് ശേഷം അതിനെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്ന രീതിയാണ് കിൽഡ് വാക്സിൻ. അത്തരം വാക്സിനുകൾക്ക് ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി, ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ, രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രൊഡക്ഷൻ താരതമ്യേന കുറച്ച് സമയം നീണ്ടു നിൽക്കുള്ളൂ. അതുകൊണ്ട് അതിന് ഒരു ഡോസ് മതിയാവില്ല, അത് 2-3 പ്രാവശ്യം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ബൂസ്റ്റർ എടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് പെൻഡാവാലിൻ്റെ വാക്സിൻ ആണെങ്കിൽ നമ്മൾ 6-ാം മാസത്തിൽ, 10-ാം മാസത്തിൽ, 14-ാം മാസത്തിൽ കൊടുത്തു. അതുകൂടാതെ നമ്മൾ ബൂസ്റ്റർ ഡോസ് പിന്നെ എടുക്കുന്നുണ്ട്. കാരണം അത്തരം വാക്സിനുകളിലെ ഇമ്മ്യൂണിറ്റി ഓരോ പ്രാവശ്യം നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോഴും അതിൻ്റെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യം കൂടിയ ആൻറ്റിബോഡി കുറച്ച് കുറയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വാക്സിൻ കൊടുക്കും.
അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂടും. പിന്നെ ഓരോ പ്രാവശ്യം കഴിയുന്തോറും അതിൻ്റെ ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ കൂടി നമുക്ക് വേണ്ട ഓപ്റ്റിമായ ലെവലിലേക്ക്, ഏറ്റവും പാകത്തിനുള്ള ലെവലിലേക്ക് ആൻറ്റിബോഡി ഉൽപ്പാദനം സംഭവിക്കും. അതുകൊണ്ടാണ് ചില വാക്സിനുകൾക്ക് ഇത്തരം പല പ്രാവശ്യം കൊടുക്കേണ്ടി വരുന്നത്.